ഭാവത്തിന്റെ ഭാഗത്തൊക്കെയാണ് ഇവിടെ ഏഴാം ഭാവത്തിലേക്ക് ലഗ്നാധിപതി ഏഴിൽ നിന്നുള്ള ഏഴാം ഭാവം ലഗ്നത്തിന്റെ നേരെ ഭാവം നിവർത്തിസ്ഥാനം പാർട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് അല്ലെ ലൈംഗിക താല്പര്യങ്ങളും ഒക്കെ ഏഴുകൊണ്ടാണ് ഒരു ഭാവത്തെ പൂർണ്ണമാക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം. ഒരു 25-30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 വയസ്സിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാവമാണ് വിവാഹം എന്ന് പറയുന്ന വിഷയം ചിന്തിക്കുന്നത് ഏഴാം ഭാവം. പുരുഷജാതകത്തിലെ ശുക്രനെയും ചൊവ്വയെയും സ്ത്രീജാതകത്തിൽ ഗുരുവിനെയും ശുക്രനെയും പ്രത്യേകിച്ച് ഗുരുവിനെയൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായി. പൊതുവെ വിവാഹ വിഷയത്തിന്റെ കാരകൻ ശുക്രനാണെങ്കിലും ഏഴാം ഭാവത്തിന്റെ പല കാര്യങ്ങൾക്ക് ഈ വ്യാഴവും ബുധനും ഒരു സെക്രട്ടറി സിഗ്നിഫിക്കൻറ്റാണ്, കാരകന്മാരാണ്. അതൊന്നും നോക്കാം. ലഗ്നാധിപൻ ഏഴിൽ നിന്നാൽ എന്തായാലും നോക്കാം. ലഗ്നാധിപൻ ഏഴിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പാർട്ട്ണറെ മനസ്സിലാക്കിയതിനനുസരിച്ച് ഹാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു. ലഗ്നാധിപതി വളരെ ബലപ്പെട്ട് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഏഴിലേക്ക് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ലഗ്നാധിപതി ഏഴാം ഭാവാദിന്റെ ബലവും അതുപോലെ തന്നെ താരകമായിട്ടുള്ള ശുഭത്തിലാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഓരോ പേർക്കും നോക്കിയില്ലെങ്കിൽ പോലും ആ വിവാഹം അവർ നന്നായി ജീവിക്കും. അതുപോലെ സംശയം പൂർണ്ണതയ്ക്കുള്ള സ്ഥലമായിരുന്നു. There is a mobile system idea. What happened? What thing? 1 minute. Show me what to put your hand in. Ready? Sir? What you're doing? You're brushing up ideas. I know what you're doing. Sarah. വിദ്യാഭ്യാസം ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാൻ എല്ലാവർക്കും നല്ല വിവാഹം കിട്ടുകയും ഉറപ്പാണ്. ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചെയ്യുന്ന അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ സൗഹൃദങ്ങൾ ചേർത്ത് കൊണ്ടുപോകുക ഇവർക്ക് കഴിവുണ്ടാകും. ഇതൊരു എക്സ്പേർട്ട് അല്ല, ഇതൊക്കെ നാച്ചുറലി അത് സംഭവിക്കും. എക്സ്പേർട്ട് ചെയ്യണം വിവാഹ ജീവിതത്തിൽ നമ്മൾ കുറെ കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെയൊന്നുമില്ല, നാച്ചുറലായിട്ട് വരേണ്ടതല്ല. നമ്മൾ കൂടുതൽ പഠിക്കാൻ മനസ്സിലായിരുന്നു. അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ടതാണ്. അത് സംഭവിക്കും. അവർക്ക് അതിനുള്ള കഴിവുണ്ടാകും. അവരുടെ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളത് സംശയമില്ല. എന്നാൽ മേനം അതേപോലെ തന്നെ ലിയോ ചിഹ്നം ഈ രാശിക്ക് ലഗ്നാധിപതി ഏഴാം ഭാവത്തിൽ സെപ്പറേഷനുള്ള യോഗം ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ ജാതകങ്ങൾ അതിന്റെ കഴിവുണ്ട്. അത് കുറെ ആൾക്കാർ അങ്ങനെ ഡിവോഴ്സ് ആവുന്നത്. അതുപോലെ ലഗ്നാധിപതി ഏഴിൽ നിൽക്കുകയും അതുപോലെ 12ാം ഭാവം, അതുപോലെ ചന്ദ്രബന്ധം, അതേപോലെ നാല് ചൊവ്വ ഒക്കെ വരികയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ 5ാം ഭാവാധിപനാണല്ലോ 7ാം ഭാവാധിപൻ ആണല്ലോ ഇങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിലെ ഉത്സവത്തിൽ ലഗ്നാധിപൻ ആളും നിൽക്കുകയും ചെയ്തു കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞാലും 10 ദിവസം ഉണ്ടെന്ന് വെച്ചു വിവാഹം കഴിഞ്ഞാലും സെപ്പറേഷനുള്ള ചാൻസസ് ആണത്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനുള്ള യോഗമാണത്. അതുപോലെ തന്നെ ചുമ്മാതെ ഭയങ്കര വല്ലാത്തൊരു നീതി, അതേപോലെ ഇഗ്നോർ ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി, അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിന്റെ പേരിൽ ഒരു റിലേഷൻഷിപ്പിനെ ഒരാളെ നമ്മളൊരിക്കലും വേദിപ്പിക്കാത്ത ഒരാളെ നന്നായി വേദിപ്പിച്ച് ആവാനുള്ള കഴിവ്. കാരണം അത്രയും സെൻറ്റേഡ് ആവും. അതുപോലെ ഇൻസെക്യൂർ ആയിരിക്കും, ഫിയർഫുൾ ആയിരിക്കും. ഒരു ടെൻഷനും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങളുണ്ടാവും. ഒതുക്കി നിർത്താൻ ചില പാർട്ട്ണറെ കണ്ണുകളിലേക്ക് ഒതുക്കി നിർത്താൻ
പാഷനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുള്ളുമാണ്. നമ്മൾ പറയുന്നത്ര ഭയക്കേണ്ട കാര്യമുണ്ട്. ഒറ്റ കാര്യമുള്ള ബ്യൂട്ടി ഓഫ് ദ റിലേഷൻഷിപ്പ് ലോയലിറ്റിയാണ്. നമുക്ക് ആ ലോയലിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു സത്യസന്ധത നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഈ അറ്റാച്ച്മെന്റ് നിമിത്തമുണ്ടാവുന്ന ഏഴാം ഭാവം ഒരു അറ്റാച്ച്ഡ് ഭാവമാണ്. നിമിത്തമുണ്ടാവുന്ന ഒരു ഭയമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈഫ് ഇപ്പോഴത്തെ ഒരു വേറാണ് 90 years എന്നൊക്കെ പറയുന്നത്. ഒരു പലരും നമുക്ക് കാണുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് പോകും. പക്ഷെ വീട്ടിലുള്ള രണ്ട് കൺട്രോളായിരിക്കും. ഇന്ന് ഒരുപാട് പേര് ഒരുപാട് കാണുമ്പോൾ നമ്മുടെ ചെയ്തത് ഇന്നത്തെ ബേസിസ് കാര്യമുണ്ട്. ശരിക്കും നമുക്ക് വിവാഹം കഴിക്കണമെന്നാണ് നമുക്കൊരു ആഗ്രഹം, പാർട്ട്ണർ കഴിയണം. ഉറപ്പായിട്ടും ലോയലായാലും വിശ്വാസിയായാലും നമ്മളെ ശ്രദ്ധിച്ചാൽ അതിനകത്ത് സത്യസന്ധത പാലിച്ചാൽ അതിനൊരു ജീവിത കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ചെറുപ്പം പാഷനായിട്ടും നാച്ചുറലി ഉറപ്പായിട്ട് പറയും. അതിനുവേണ്ടി കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലോയൽറ്റിയാണ്, ട്രസ്റ്റാണ് മെയിൻ. ഇന്നത്തിൽ എന്താ അറിയുക, നമ്മൾ ഈ ഏതിലേക്ക് പവർ ബന്ധങ്ങളൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞു നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് അതേപോലെ പല ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ചിത്രങ്ങൾ ഈ ഏഴാം ഭാവത്തെ നമ്മൾ മൊത്തത്തിലേക്ക് നോക്കുമ്പോൾ ലഗ്നവും ഏഴാം ഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഫാന്റസി ഉള്ളിൽ വരും. ഫാന്റസി പറയാനും ഫാന്റസി ഒരിക്കലും അവർക്കനുസരിച്ച് ഒരു ബന്ധം കിട്ടിയത് അവർക്ക് വൃത്തിയാവില്ല. പക്ഷേ ഒരു റിയാലിറ്റിയിലെ ഫാന്റസി കുറവുണ്ട്. പക്ഷേ അടുത്തേക്ക് പോകുമ്പോൾ അടുത്തേക്ക് പോകും. പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാത്ത നമ്മൾ നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് വേണ്ടതുപോലെ ചെയ്ത് കൃത്യമായിട്ട് നോക്കാനോ ചെയ്യും. നമ്മൾ കാണാം വേറൊരാൾ വേദനിക്കപ്പെട്ടാൽ അയാൾ തകർച്ചയ്ക്ക് കാരണം എന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നതാണെങ്കിൽ അതിന് തിരിച്ചൊന്നുമില്ല നാളുണ്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മനസമാധാനമാണ് അവർക്ക് മനസമാധാനമില്ലാതെ ഒരുമിച്ച് കിടക്കയിൽ താമസിക്കാൻ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതായിട്ട് ജീവിക്കുന്നത്. പക്ഷേ റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ടെക്നോളജിയിൽ ഇന്ന ഭാവത്തിൽ നിന്നാൽ നന്നായി നിന്നാൽ നല്ല റിലേഷൻഷിപ്പും മോശമായി നിന്നാൽ അതിന്റെ ഫലങ്ങൾ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അറ്റാച്ച്മെന്റിനെ ലഗ്നം ഏഴിൽ നിൽക്കുമ്പോൾ വരാവുന്ന അറ്റാച്ച്മെന്റ് ലവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ 100% സമാധാനവും ഉണ്ടാവും. ഏഴാം ഭാവാദികളും വിവിധ ഭാവങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ പറയുന്നത് നെഗറ്റീവ് ആണ്. പക്ഷെ ഇപ്പൊ ഞാനിത് പറഞ്ഞു അവിടെ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് അത് പറയുകയും ചെയ്യാം. പൊതുവെ ബിസിനസ് ഭാവമാണെങ്കിലും ടെക്നോളജി ഏഴിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്യാൻ നല്ല കഴിവായിരുന്നു. ടെക്നോളജി ഏഴിൽ നിന്ന് ആൾക്കാരുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ മറ്റുള്ളവരെ സൃഷ്ടി കൊണ്ടുവരുന്ന കഴിവിലേക്ക് അട്രാക്ട് ചെയ്യാനും കഴിവുള്ളവരായിരുന്നു. അവർ മനസ്സിലാവും, മറ്റുള്ളവരെ അനലൈസ് ചെയ്യാൻ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ടെക്നോളജി ഏഴിൽ പാവം ഏഴിൽ വന്നു എനർജി വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു ടെൻഡൻസി വരികയും ചെയ്യും. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഇങ്ങനത്തെ ടെക്നോളജിനെ എത്തി. എട്ടാം ഭാവം ഇത്രയും നിശ്ചയുള്ള ഒരു ഭാവം വരെ അഷ്ടമത്തോളം രഹസ്യമുള്ള ഒരു ഭാവം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ രഹസ്യഭാവമാണ്. മരണത്തോളം വലിയ രഹസ്യമില്ല. നാലുസ്ഥാനമാണ് അഷ്ടമം. അതുകൊണ്ട് ലഗ്നാധിപൻ അഷ്ടമത്തിൽ അഷ്ടമ ട്രാൻസ്ഫോർമേഷന്റെ ഭാവമാണ്. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് സദാ വിധേയമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കും സ്ഥിരമായിട്ട്. പക്ഷേ വീഴ്ചകളും